ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ ഐശ്വര്യ. സോ നമ്മുടെ SSC FTSന് വേണ്ടിയിട്ടുള്ള ജനറൽ നോളജ് സീരീസിന്റെ തേർഡ് പാർട്ടാണ് ഇവിടെ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും നമ്മൾ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരു നോട്ട് എടുത്ത് കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് എക്സാമിന്റെ തലേ ദിവസം ഈ വീഡിയോ കാണുന്നത് കൊണ്ടൊക്കെയുള്ള ഗുണം നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ നോട്ടൊക്കെ ഒന്ന് മറിച്ച് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എക്സാമിന്റെ സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആയിട്ടല്ല, മിക്സഡ് ആയിട്ടുള്ള GK ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യുക. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ? Who is known as the father of local self-government in India? നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ലോർഡ് കേഴ്സൺ, ലോർഡ് ഡൽഹൌസി, ലോർഡ് റിപ്പൺ, ലോർഡ് വെല്ലസ്ലി. ഇതിൽ ആരാണ് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്? ആൻസർ അറിയുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്ത് ഏത് ഓപ്ഷൻ ആണ്? എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ആണോ? അതെ, നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അല്ലെ, ലോർഡ് റിപ്പൺ ആണ്. ലോർഡ് റിപ്പൺ ആണ് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ലോർഡ് റിപ്പന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ള മറ്റ് വൈസ്രോയ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കി പോവാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ എല്ലാ ഓപ്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ലോർഡ് റിപ്പന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് അല്ലെ, ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. രണ്ടാമത്തെ കാര്യം, ഓക്കെ, ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് he repealed vernacular press act of Lord Lytton. ലോർഡ് ലിട്ടന്റെ vernacular press act റിപ്പീൽ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരാണ്? അത് ലോർഡ് റിപ്പൺ ആണ്. വർഷം 1878 ആണ്. ഓക്കെ, ഹണ്ടർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. വർഷം 1882. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹണ്ടർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. ഹണ്ടർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. വർഷം എന്ന് പറയുന്നത് 1882 ആണ്. ഓക്കെ, അടുത്തത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബർട്ട് ബില്ല് 1883 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ലോർഡ് ലിപ്പൺ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ലോർഡ് റിപ്പണെ പറ്റിയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് ഫാദർ ഓഫ് സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ആണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ തന്നെ വെർണക്കുലർ പ്രസ് ആക്ട് റിപ്പീൽ ചെയ്യുന്നതും ലോർഡ് റിപ്പൺ ആണ്. അതുപോലെ തന്നെ ഹണ്ടർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതും ലോർഡ് റിപ്പൺ ആണ്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഈ വൈസ്രോയ്സ് മാത്രമല്ല, എല്ലാ വൈസ്രോയ്സും ഗവർണർ ജനറൽസും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ രണ്ടാമത്തെ ആളാണ് ലോർഡ് കർസൺ. ലോർഡ് കർസന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 നടക്കുമ്പോൾ ആരായിരുന്നു അപ്പോഴത്തെ വൈസ്രോയ്? ലോർഡ് കേഴ്സൺ ആണ്. ഓക്കെ, ലോർഡ് കേഴ്സൺ ആണ് ബംഗാൾ പാർട്ടീഷൻ നടക്കുന്ന സമയത്തുള്ള വൈസ്രോയ്. വർഷം 1905. ഓക്കെ, അപ്പൊ ലോർഡ് കർസൺ ആണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്ന സമയത്തുള്ള വൈസ്രോയ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ലോർഡ് കേഴ്സൺ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥാപിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ലോർഡ് കേഴ്സൺ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 പാസ് ചെയ്തു. എന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് 1904 അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ കർസൺ കിപ്ലിംഗ് റിഫോംസ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സിൽ കൊണ്ടുവരുന്നത് ആര് തന്നെയാണ്? ലോർഡ് കേഴ്സൺ ആണ്. അപ്പൊ ലോർഡ് കേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്, അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ് ചെയ്തത്. വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ആളാണ്
ലോർഡ് ഡൽഹൌസി. സോ ഈ ലോർഡ് ഡൽഹൌസി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഡോക്ട്രൈൻ ഓഫ് ലാബ്സ്. ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇപ്പൊ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റേറ്റുകളെ ബ്രിട്ടീഷിനോട് കൂടി കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട്, അനക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റി? ലോർഡ് ഡൽഹൌസിക്ക് പറ്റി. അപ്പൊ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് നമുക്കറിയാം ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡൽഹൌസിയാണ്. ഓർക്കുക. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ടെലിഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു, പോസ്റ്റൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു? ഡൽഹൌസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ് റെയിൽവേ, ടെലിഗ്രാഫ്, പോസ്റ്റൽ സിസ്റ്റം. ഇതെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. അതുപോലെ തന്നെ വുഡ്സ് ഡെസ്പാച്ച്, മോഡേൺ എഡ്യൂക്കേഷനില് വുഡ്സ് ഡെസ്പാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോർഡ് ഡൽഹൌസിയാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കേണ്ടത് ലോർഡ് വെല്ലസ്ലിയുടെ കാര്യങ്ങളാണ്. അപ്പം ലോർഡ് വെല്ലസ്ലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സബ്സിഡറി അലയൻസ് സിസ്റ്റം. സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണ്. നമുക്കറിയാം ഇത് നമ്മൾ MTSന് മുന്നേ പെട്ടെന്ന് ഒരു ക്രാഷ് പോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളോ മറ്റു ക്ലാസ്സുകളോ ഒക്കെ നോക്കിയിട്ട് പഠിക്കണം. ഈ ടോപ്പിക്കിലോ നമ്മൾ ഒരുപാട് ടോപ്പിക്കുകൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുക. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണ്. അതുപോലെ തന്നെ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറില് വാർ നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ലോർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ ഈ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിലാണ് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറും നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ലോർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സബ്സിഡറി അലയൻസ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താനെ ഡിഫീറ്റ് ചെയ്യുന്നത് ഈ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന്റെ സമയത്താണ്. അതുപോലെ തന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നതും ആരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്? ലോർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈസ്രോയിമാർ 4 പേര് നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതല്ലാതെ തന്നെ ബാക്കിയുള്ള വൈസ്രോയ്സ്, അതുപോലുള്ള ഗവർണർ ജനറൽസ്, ഇങ്ങനെയുള്ളവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ MTS കോഴ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എൻക്വയർ ചെയ്യാം. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അതിലൂടെ അവൈലബിൾ ആയിരിക്കും. ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് 250 hours പ്ലസ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇവിടെ വരുന്നുണ്ട്. ആൻഡ് 300+ hours ഫൗണ്ടേഷൻ ക്ലാസ്സുകളും മെന്റർ സപ്പോർട്ടും എല്ലാം തന്നെ ഈ MTS കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ 7012615062 അല്ലാന്നുണ്ടെങ്കിൽ 8075753676 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ MTSന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഒരു ഫൈനൽ റിവിഷൻ ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ കോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അധികം സമയം കളയാതെ പോവാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: Which of the following gases is used in the preparation of soda water? സോഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, സോഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്കെ. ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, ഹൈഡ്രജൻ ആണോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് ഇസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ? നമുക്കറിയാം അല്ലെ, ഹൈ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിലേക്ക് നിറച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. സോ ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. സോ കാർബൺ ഡയോക്സൈഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ എന്താണ്? സോഡ വാട്ടർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ ഡയോക്സൈഡ് നമ്മുടെ സാധാരണ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുന്നു. അങ്ങനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഹൈ പ്രഷർ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ഈ സോഡ തുറക്കുന്ന സമയത്ത് അതിൽ നിന്ന് നുരകളും പതകളും ഉണ്ടാവുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫർവസൻസ് എന്ന് പറയും.
ഏത് ഗ്യാസിന്റെ എഫർവസൻസ് കൊണ്ടാണ് സോഡ പൊട്ടിക്കുമ്പോൾ നുരയും പതയും വരുന്നത്? അല്ലെ, ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഫർവസൻസ് എന്നാണ് പറയാ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ ഹൈ പ്രഷറിൽ അതിലേക്ക് സീൽ ചെയ്ത് വെച്ചിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടപ്പ് പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതാണ് സോ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമുക്കറിയാം. കളർലെസ് ആണ്, നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടല്ലേ, നമ്മൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അകത്തേക്ക് ഓക്സിജൻ വലിച്ചെടുക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. അപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി എടുക്കുന്ന എയറിൽ കാർബൺ ഡൈ ഓക്സൈഡും കലർന്നിട്ടുണ്ട്. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കാണാനും പറ്റില്ല, മണക്കാനും പറ്റില്ല. സോ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. അതുപോലെ തന്നെ എയറിനേക്കാൾ ഡെൻസിറ്റി കൂടിയ ഗ്യാസ് ആണ്. അതായത് താഴേക്ക് കുറച്ചും കൂടെ കാർബൺ ഡൈ ഓക്സൈഡിന് അടിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ്. തീ അണയ്ക്കാനുള്ള എബിലിറ്റി ഉള്ള ഗ്യാസ് അല്ലെ, തീ അണയ്ക്കാനുള്ള എബിലിറ്റി ഉള്ള ഗ്യാസ് ആണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് തീ അണയ്ക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു? ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ ഉപയോഗിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിന് തീ അണയ്ക്കാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോളിഡ് ഫോമിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആണ്. അതിനെ നമ്മൾ സോളിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ്, സോളിഡ് ഫോമിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അപ്പൊ സോളിഡ് ആക്കുന്നത് എങ്ങനെയാണ്? നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ റെഫ്രിജറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്മോക്ക് സ്ക്രീനുകളൊക്കെ ഉണ്ടാക്കാൻ, സ്മോക്ക് സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പം സിനിമയിൽ ഇങ്ങനെ യക്ഷിയൊക്കെ വരുമ്പോൾ പുകയൊക്കെ പറക്കില്ലേ, ഓക്കെ, അങ്ങനെ സ്മോക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ സോളിഡ് ഗ്യാസ് ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കാർബണേഷൻ ഓഫ് ഡ്രിങ്ക്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ കാർബണേഷൻ ഓഫ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസിന് എക്സാമ്പിൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണെന്ന് അറിയാമോ? വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ അല്ലയോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ അല്ലയോ എന്ന്. അപ്പൊ വാട്ടർ പൊതുവിൽ അപകടകാരി അല്ലാത്തത് കൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് പറയും? വാട്ടർ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ല എന്ന് പറയും. പക്ഷെ അത് ഒരുപാട് കുട്ടികളെ ഉത്തരം തെറ്റിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കേട്ടോ. വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. പക്ഷേ വാട്ടർ വേപ്പർ അങ്ങനെ ഒരുപാട് സമയം അറ്റ്മോസ്ഫിയറിൽ നിൽക്കില്ലല്ലോ. അതായത് ഇപ്പം വെയിൽ വരുന്നു, ഇവാപ്പറേറ്റ് ആയി വെള്ളം അറ്റ്മോസ്ഫിയറിൽ പോകുന്നു, വാട്ടർ വേപ്പറായി. അത് പിന്നെ മേഘമായി മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇമ്പാക്ട് കുറവാന്നേ ഉള്ളൂ. പക്ഷെ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾക്ക് എക്സാമ്പിൾ ആണ്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. റെസ്പിറേഷൻ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഭാഗമായിട്ട്, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത്. പിന്നെ സാധനങ്ങൾ കത്തിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വരുന്നത്. എന്ത് സാധനം നമ്മൾ ബേൺ ചെയ്താലും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്ത് വരുന്നത്. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഒരു സാധനം കത്തിപ്പോവാതിരിക്കുക അല്ലേ, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓക്സിജൻ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തീയെ അണയ്ക്കുന്നത് പോലെ തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് തീ കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആണ്. തീ കത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ലിമിറ്റഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം നമുക്കറിയാം കാർബണിന്റെ കൂടെ 2 ഓക്സിജൻ ചേരുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. അപ്പോ ഓക്സിജന്റെ സപ്ലൈ ലിമിറ്റഡ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ആര് വരും എന്നറിയാമോ? CO എന്ന് വരും. CO. ഈ COയുടെ പേരാണ് കാർബൺ മോണോക്സൈഡ്. അപ്പം ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ആര് വരും? കാർബൺ മോണോക്സൈഡ് വരും അല്ലേ, കാർബൺ മോണോക്സൈഡ് വരും. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പോലെ തന്നെ കളർലെസ് ആയിട്ടുള്ള സ്മെല്ലില്ലാത്ത ഒരു ഗ്യാസ് ആണ്. അതായത് ഇവിടെ ഇപ്പൊ കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ എനിക്കത് അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ കാർബൺ മോണോക്സൈഡ് വൺസ് നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ
ഹൈലി പോയ്സണസ് ആണ്, നമ്മൾ മരിച്ചു പോകും. ഓക്കെ, അതായത് നമ്മളുടെ RBCയുമായിട്ട് കാർബൺ മോണോക്സൈഡ് കമ്പൈൻ ചെയ്യും, അത് പിന്നെ വിട്ടുപോകില്ല. സോ ലൈക്ക് RBCയും കാർബൺ മോണോക്സൈഡും ഒന്നിച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിനും ഒന്നും RBC ആയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റ്ലി മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും അനാർക്കലി സിനിമയുടെ ലാസ്റ്റ് പൃഥ്വിരാജ് ഒരു ഗ്യാസ് വലിക്കില്ലേ, അത് കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ, ഹൈലി പോയ്സണസ് ആണെന്ന് ഓർക്കുക. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതായത് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ വഴി സാധനങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ട് കത്തുന്നത് വഴി പുറത്തു വരുന്ന പോയ്സണസ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്, കാർബൺ ഡയോക്സൈഡ് അല്ല. ഓക്കെ, ഇനി ഹൈ എമൗണ്ടിൽ കാർബൺ ഡയോക്സൈഡ് ഒരു ക്ലോസ്ഡ് സ്പേസിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ സഫോക്കേഷൻ, ശ്വാസം മുട്ടൽ, നമുക്കൊരു വെപ്രാളം, ഒരുപാട് ആൾക്കാരുള്ള AC ഒന്നും ഇല്ലാത്തൊരു ഓഡിറ്റോറിയത്തിലൊക്കെ ചൂടത്ത് പോയിരിക്കുമ്പോൾ നമുക്കൊരു വെപ്രാളം വരില്ലേ, അതിനെയാണ് നമുക്ക് സഫോക്കേഷൻ എന്ന് പറയാം. സഫോക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാർബൺ ഡയോക്സൈഡിനെ പറ്റിയും കാർബൺ മോണോക്സൈഡിനെ പറ്റിയൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾ എന്താണ്? സോളാർ എനർജി ആണോ, വിൻഡ് എനർജി ആണോ, കോൾ ആണോ, അതോ ടൈഡൽ എനർജി ആണോ? സോളാർ എനർജി എന്ന് പറയുമ്പോൾ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി. വിൻഡ് എനർജി എന്ന് പറയുമ്പോൾ കാറ്റാണ്. നമ്മൾ കാറ്റാടി പാടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, തമിഴ്നാട്ടിലൊക്കെ ട്രാവൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും വിൻഡ് എനർജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോൾ നമുക്കറിയാം കൽക്കരിയാണ്. ടൈഡൽ എനർജി എന്ന് പറയുന്നത് തിരമാലകളിൽ നിന്ന്, തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ, അപ്പൊ ഈ തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കുകയാണ്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ്. തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെയാണ് ടൈഡൽ എനർജി ഉപയോഗിക്കുക, അല്ലെങ്കിൽ തിരമാലകളുടെ ശക്തിയാണ് ബേസിക്കലി ടൈഡൽ എനർജി എന്ന് പറയാം. ഇതിലേതാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറയൂ, ഇതിലേതാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? ആൻസർ പറഞ്ഞേ, അറിയുന്നവർ പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഇപ്പം ഞാൻ എത്ര സൺലൈറ്റ് ഉപയോഗിച്ചാലും നാളെയും സൂര്യൻ വരും അല്ലേ, ഞാൻ എത്രയധികം സൺലൈറ്റ് ഉപയോഗിച്ചാലും നാളെയും സൂര്യൻ വരും. അപ്പൊ എനിക്ക് വീണ്ടും 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 എത്ര വർഷത്തേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? സൺലൈറ്റ് ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പോൾ പെട്രോളിയം എടുക്കുകയാണ്, അല്ലെങ്കിൽ കൽക്കരി എടുക്കുകയാണ്, ഇതൊക്കെ ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഭൂമിയുടെ അടിയിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ സംഭവിക്കുക? അത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് തീർന്നു പോകും. ഓക്കെ, അപ്പം എനർജി സോഴ്സുകൾ രണ്ട് രീതിയിലുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ്. റിന്യൂവബിൾ എനർജി സോഴ്സ്, ആദ്യത്തേത് റിന്യൂവബിൾ എനർജി സോഴ്സ്, നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എനർജി സോഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എനർജി സോഴ്സിനെ പുനഃസ്ഥാപിക്കാൻ പറ്റില്ല, ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു പോകും. ഒരു പോയിന്റിൽ ഇന്നല്ലെങ്കിൽ നാളെ, ചിലപ്പോൾ 100 വർഷം കഴിഞ്ഞാൽ അത് തീർന്നു പോകും. പക്ഷെ വൺസ് ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് കിട്ടില്ല. പിന്നെയും ഒരുപാട് വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾ, 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വീണ്ടും ഉണ്ടായി വരത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ സോഴ്സുകളെ നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വിളിക്കും. അപ്പൊ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്യാൻ ബി റീപ്ലനിഷ്ഡ് നാച്ചുറലി ഇൻ എ ഷോർട്ട് ടൈം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാവും. എന്നും നേരം വെളുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ വരുന്നുണ്ട്. ഒരു തിരമാലയുടെ എനർജി നമ്മൾ യൂസ് ചെയ്താലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അടുത്ത തിരമാല വരുന്നുണ്ട്. ഒരു കാറ്റ് കഴിയുമ്പോൾ അടുത്ത കാറ്റ് വരും അല്ലേ. ഇപ്പൊ വന്നില്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് വരും, 5 മിനിറ്റേ കഴിയും, ഒരുപാട് സമയം എടുക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് സോളാർ എനർജി, സൂര്യനിൽ നിന്നുള്ള സൺലൈറ്റ്. വിൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെള്ളം, കാറ്റ്. അത് കഴിഞ്ഞ് ഹൈഡ്രോ പവർ എന്ന് പറയുമ്പോൾ വാട്ടർ, നമ്മൾ ഡാമുകളൊക്കെ കെട്ടി ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതാണ് വാട്ടർ, ഹൈഡ്രോ പവർ. പിന്നെ ബയോമാസ് നിന്ന് ബയോഗ്യാസ് ഒക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ, നാച്ചുറൽ ആയിട്ടുള്ള വേസ്റ്റുകൾ കൊണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ജിയോ തെർമൽ, ഈ എനർജികളൊക്കെയാണ് നമ്മൾക്ക് എന്തായിട്ടുള്ളത്? റിന്യൂവബിൾ എനർജി സോഴ്സുകളായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? അവൈലബിൾ ഇൻ ലിമിറ്റഡ് എമൗണ്ട്സ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ടുകളിലായിട്ട് മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റൂ? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇന്നും നാളെ ഒന്നും ഉണ്ടായി കിട്ടില്ല, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമേ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാവൂ. വൺസ് നമ്മൾ കോൾ എടുത്ത് തീർന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു 100-150 വർഷമായി കാണും മാക്സിമം ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ഒരു 100 വർഷം കൂടെ ഉപയോഗിച്ചാൽ ഇത് തീരും. പിന്നെയുള്ള ജനറേഷൻ ഇത് കിട്ടില്ല.
ഓക്കെ, പിന്നെയുള്ള ജനറേഷന് പെട്രോളിയമോ കോളോ ഒന്നും കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ അളവ് ലിമിറ്റ് ചെയ്യണം, കുറച്ച് ഉപയോഗിക്കുക. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് നമ്മൾ വളരെ കുറച്ച് ഉപയോഗിക്കുക, എന്നിട്ട് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് കൂടുതൽ ഉപയോഗിക്കുക. സോ ദാറ്റ് ഇത് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ ഫ്യൂലുകളൊക്കെ. ഓക്കെ, ഇനി ഈ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റിന്യൂവബിൾ എനർജി സോഴ്സ് എക്കോ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്, ലോ എമിഷൻസ് ആണ്, കാർബൺ ഡയോക്സൈഡ് മറ്റ് ആവശ്യമില്ലാത്ത ഗ്യാസുകളൊക്കെ, അങ്ങനെയുള്ള പൊല്യൂഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഇനി ഇവിടെയാണെങ്കിലോ നോൺ റിന്യൂവബിൾ ഹൈ എനർജി ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, പക്ഷേ നമുക്ക് പൊല്യൂഷൻ ഉണ്ടാവും ആൻഡ് കുറെ കാലം കഴിയുമ്പോൾ ഇവൻച്വലി ഇത് റൺ ഔട്ട് ആവും, തീർന്നു പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ളതിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ഏതാണെന്നാണ്. അപ്പൊ ആൻസർ ഏതാ പറഞ്ഞത്? ഏതാണ് ആൻസർ? കോൾ ആണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്, ബാക്കി മൂന്നും തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ വാട്ടർവേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഉദ്യോഗമണ്ഡൽ ആൻഡ് ചമ്പക്കര കാനൽസ്? ഉദ്യോഗമണ്ഡലം ചമ്പക്കര കാനൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള നാഷണൽ വാട്ടർവേ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തേത് നാഷണൽ വാട്ടർവേ 10, നാഷണൽ വാട്ടർവേ 3, നാഷണൽ വാട്ടർവേ 5, നാഷണൽ വാട്ടർവേ 25. ഇതിൽ ഏതാണ് ഉദ്യോഗമണ്ഡൽ ആൻഡ് ചമ്പക്കര കാനൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വാട്ടർവേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവർ പെട്ടെന്ന് പറഞ്ഞേ. നാഷണൽ വാട്ടർവേ 10 ആണോ, 3 ആണോ, 5 ആണോ, അതോ 25 ആണോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 3 ആണ് കേട്ടോ. നാഷണൽ വാട്ടർവേ 3 ആണ്. ഇത് കേരളത്തിലൂടെ പോകുന്ന ഒരു വാട്ടർവേ ആണ്. നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത് കേരളത്തിലൂടെ പോകുന്ന ഒരു വാട്ടർവേ ആണ്. അപ്പൊ ഈ വാട്ടർവേസിന് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള വാട്ടർവേസിനെ പറ്റിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കി പോവാം. അപ്പൊ ആദ്യത്തേത് നാഷണൽ വാട്ടർവേ 3. ഓക്കെ, സോ നാഷണൽ വാട്ടർവേ 3 ഇവിടെ 10 എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, ഇത് തെറ്റാണ്. ദിസ് ഇസ് നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3 ലൊക്കേഷൻ എന്ന് പറയുന്നത് കേരളമാണ്. സ്ട്രെച്ച് കൊല്ലം കോട്ടപ്പുറമാണ്. കൊല്ലം കോട്ടപ്പുറം 205 കിലോമീറ്റർ ആണ് ഈ നാഷണൽ വാട്ടർവേ 3 വരുന്നത്. അപ്പം ഉദ്യോഗമണ്ഡൽ അതുപോലെ തന്നെ ചമ്പക്കര കാനാൽസ് ഒക്കെ ഏത് വാട്ടർവേയുടെ ഭാഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണം നാഷണൽ വാട്ടർവേ 3യുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇത് 1993 ഒരു നാഷണൽ വാട്ടർവേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് വാട്ടർവേ ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ വാട്ടർവേ ആണ്. അതുപോലെ തന്നെ തേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തേർഡ് വാട്ടർവേയും ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. സോ അടുത്തത് നാഷണൽ വാട്ടർവേ 10 ആണ്. അപ്പം നാഷണൽ വാട്ടർവേ 10 ഉള്ളത് റിവർ അംബയ്ക്ക് കുറുകെയാണ് മഹാരാഷ്ട്രയില്. നാഷണൽ വാട്ടർവേ 10 ഉള്ളത് റിവർ അംബയ്ക്ക് കുറുകെയാണ് മഹാരാഷ്ട്രയിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ കമന്റ് ചെയ്യണം നാഷണൽ വാട്ടർവേ 3 ഏതൊക്കെ റിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്ന്. ഓക്കെ, അടുത്തത് ഓക്കെ, സോ നമ്മൾ ഇതിന്റെ സ്ട്രെച്ച് എന്ന് പറയുന്നത് നാഷണൽ വാട്ടർവേ 10 സ്ട്രെച്ച് എന്ന് പറയുന്നത് റവാസ് പോർട്ട് മുതൽ പനവേൽ ക്രീക്ക് വരെയാണ്. 23 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, സോ നാഷണൽ വാട്ടർവേസ് ആക്ട് 2016 പ്രകാരം 2016 നാഷണൽ ഹൈവേ 10 എന്തായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്? നാഷണൽ വാട്ടർവേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സോ അടുത്തത് നാഷണൽ വാട്ടർവേ 5. ലൊക്കേഷൻ വരുന്നത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഒക്കെയാണ് കേട്ടോ. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഒക്കെയാണ്. സ്ട്രെച്ച് എന്ന് പറയുന്നത് താൽച്ചർ മുതൽ പാരദീപ് വരെ 558 കിലോമീറ്റർ. അതുപോലെ തന്നെ ജിയോങ്ഖാലി ആൻഡ് ചർബാട്ടിയ 109 കിലോമീറ്ററുമാണ് വരുന്നത്. ഇതിനൊരു വാട്ടർ വേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 2008 കേട്ടോ. നാഷണൽ വാട്ടർ വേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് 2008. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് നാഷണൽ വാട്ടർവേ 25 ആണ്. നാഷണൽ വാട്ടർവേ 25. സോ നാഷണൽ വാട്ടർവേ 25 താപ്തി റിവറിലാണ് ഉള്ളത്. ആൻഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര. സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ ഹസീറ മുതൽ ഉക്കായി വരെ 177 കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ വാട്ടർവേ ആക്ട് 2016 ഭാഗമായിട്ടാണ് ഈ നാഷണൽ വാട്ടർവേ 25 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു നാഷണൽ വാട്ടർവേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് നാഷണൽ വാട്ടർവേ 3 നമ്മൾ പറഞ്ഞു കേരളയിലാണെന്ന്. അപ്പൊ ഇതിനെ നമ്മൾ
വെസ്റ്റ് കോസ്റ്റ് കാനൽ എന്നും പറയാറുണ്ട്. വെസ്റ്റ് കോസ്റ്റ് കാനലിന്റെ ഭാഗമായിട്ടുള്ള വാട്ടർവേ ആണെന്നും പറയാറുണ്ട്. അടുത്തത് നാഷണൽ വാട്ടർവേ 5 ആണ്. നമ്മൾ പറഞ്ഞു ഒഡീഷ ആൻഡ് ബംഗാൾ റീജിയനിലാണ് കോള് അയണിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാട്ടർവേ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത നാഷണൽ വാട്ടർവേ 10 ആണ്. മഹാരാഷ്ട്രയാണെന്ന് നമ്മൾ പറഞ്ഞു, മുംബൈക്ക് അടുത്താണ്. ഓക്കെ, അടുത്തത് നാഷണൽ വാട്ടർവേ 25 ആണ്. താപി റിവറിന് അടുത്താണ്, ഗുജറാത്ത് മഹാരാഷ്ട്ര റീജിയനിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാഷണൽ വാട്ടർവേയെ പറ്റിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The filament of a electric bulb is made up of which material? ഒരു ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കോപ്പർ ആണോ, അലുമിനിയം ആണോ, ടങ്സ്റ്റൺ ആണോ, നിക്രോം ആണോ? ഓക്കെ, ഇലക്ട്രിക് ബൾബ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പറഞ്ഞേ, നിക്രോം ആണോ, ടങ്സ്റ്റൺ ആണോ, അലുമിനിയം ആണോ, കോപ്പർ ആണോ? പറഞ്ഞേ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ടങ്സ്റ്റൺ കൊണ്ടല്ലേ? അല്ലെ, ടങ്സ്റ്റൺ കൊണ്ടല്ലേ? ടങ്സ്റ്റൺ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടങ്സ്റ്റന്റെ സിമ്പൽ എന്ന് പറയുന്നത്, കെമിക്കൽ സിമ്പൽ എന്ന് പറയുന്നത് W ആണ് കേട്ടോ. W എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ടങ്സ്റ്റൺ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സിമ്പലും അറ്റോമിക് നമ്പർ നമ്മൾ പറഞ്ഞു. സിമ്പൽ W ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ടങ്സ്റ്റന്റെ 74 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 74 ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഓൾ മെറ്റൽസ്. എല്ലാ മെറ്റൽസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ആർക്കാണ്? ടങ്സ്റ്റൺ ആണ്. എല്ലാ മെറ്റൽസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ആണ്. അങ്ങനെ ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ടങ്സ്റ്റണിലൂടെ കടത്തി വിടുമ്പോൾ ഇത് പെട്ടെന്ന് ചൂടാവും, നല്ല റെസിസ്റ്റൻസും ആണ്. അപ്പൊ പെട്ടെന്ന് ഇത് ചൂടായിട്ട് ഇതിന് എന്ത് ചെയ്യും? ആ ഒരു വെളുത്ത കളറിൽ ഇത് കത്താൻ വേണ്ടി തുടങ്ങും. ഉരുകാതെ ഒരു വെളുത്ത കളറിലേക്ക് ഇത് മാറും. കളർ ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഇലക്ട്രിക് ഫിലമെന്റ്, ബൾബുകളിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ യൂസസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് ബൾബുകളിൽ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോഡുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മേജർ സോഴ്സ് ഒന്ന് വോൾഫ്രമൈറ്റ് ആണ്, രണ്ടാമത്തേത് ഷീലൈറ്റ് ആണ്. ഓക്കെ, വോൾഫ്രമൈറ്റും ഷീലൈറ്റും. ഓക്കെ, നമുക്കറിയാം ടങ്സ്റ്റന് W എന്ന് പറയുന്ന വാക്ക് സിമ്പിൾ ആയിട്ട് വന്നത് എവിടെ നിന്നാണ്? വോൾഫ്രമത്തിൽ നിന്നാണ്. വോൾഫ്രം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്? ടങ്സ്റ്റന് W എന്ന് പറയുന്ന സിമ്പിൾ വരുന്നത്, അല്ലെ? T അല്ല, W എന്ന് പറയുന്നതാണ് സിമ്പിൾ. അത് വോൾഫ്രം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. കാരണം അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് വോൾഫ്രമൈറ്റും അതുപോലെ തന്നെ ഷീലൈറ്റും ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഓറുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തുടർന്നും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ ഇങ്ങനെ GK ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ പറയാം, നിങ്ങൾക്ക് കൂടുതൽ സെഷൻസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ പറയാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കുകൾ, പെർട്ടിക്കുലർ സബ്ജക്റ്റ്, അങ്ങനെ എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമുക്കത് മാക്സിമം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. സോ താങ്ക് യു സോ മച്ച്. ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.